PM ശ്രീയുമായി ബന്ധപ്പെട്ട് ശരിയാണ്, PM ശ്രീ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ പൈലറ്റ് പദ്ധതിയാണ്. അപ്പോൾ PM ശ്രീയിൽ കരിക്കുലത്തിൽ ഇടപെടില്ല, അല്ലെങ്കിൽ സ്കൂളുകൾ നിശ്ചയിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അത് അങ്ങനെയാണല്ലോ. ഈ പൈലറ്റ് പദ്ധതിയിൽ അതൊന്നും കാണില്ല. പിന്നെയാണ് അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങുക. പൈലറ്റ് പദ്ധതിയിൽ നിന്നാണ് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് കേന്ദ്ര അല്ലെങ്കിൽ RSSന്റെ അജണ്ട നടപ്പാക്കണം, അല്ലെങ്കിൽ RSS ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഇടപെടുക എന്ന് തന്നെയാണ് പ്രാഥമികമായി അവർ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലേക്ക് വരുമ്പോൾ PM ശ്രീയിൽ നിന്ന് കിട്ടേണ്ട പണം നേടേണ്ടതുണ്ട്. സാമ്പത്തികമായ കാര്യത്തിൽ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതൊരു വിമർശനമായി പ്രതിപക്ഷം ഉയർത്തിയതാണ്. അതിൽ തന്നെ ലീഗ് എടുത്തൊരു നിലപാട്, കോൺഗ്രസിനേക്കാൾ ഒരു ശക്തമായ നിലപാട് ലീഗും എടുത്തിരുന്നു. അപ്പോൾ ലീഗും ഇപ്പോൾ ഒരു ധാർമ്മിക പ്രതിസന്ധിയിൽ പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്തതുപോലെ തന്നെ ഒരു മന്ത്രിസഭാ സമിതിയെ തീരുമാനിച്ചിരിക്കുന്നു. ആ സമിതി യോഗം ചേർന്ന ശേഷം PM ശ്രീയുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ആലോചന നടത്തും എന്നാണ് അറിയാനാവുന്നത്. എങ്ങനെ നടത്തണമെന്നാണോ ആലോചിക്കുന്നത്, അതോ ആലോചനകൾ നടത്തിയ ശേഷം ഇത് കൊണ്ടുപോകാവുന്ന ഒരു പദ്ധതിയല്ല എന്ന തീർപ്പിലേക്കാണ് എത്തുന്നത് എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു വർഷം കൂടിയേ ഉള്ളൂ. 2027 വരെയുള്ള പഞ്ചവത്സര പദ്ധതിയാണ്. 2027 കഴിയുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ നിന്നും വലിയൊരു ഫണ്ടൊന്നും വരാനുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് സർക്കാർ ഒരു ധാർമ്മികമായ ഒരു നിലപാട്, കുറച്ചുകൂടി നിലപാടോടുകൂടിയുള്ള ഒരു തീരുമാനം എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിശദീകരിച്ചത് അത് അങ്ങനെയല്ല. ഒരു സാമ്പത്തികമായി അത് നമുക്ക് ഔദാര്യമല്ല, നമുക്ക് നേടേണ്ട ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ്.